ഹൗ ടു ബി മോർ ഹാപ്പി. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് ഇൻസൈറ്റ്സുകൾ ഞാൻ ഷെയർ ചെയ്യാം. അപ്പം നിനക്ക് ഹാപ്പി ആവണമെങ്കിൽ നെവർ ബി മെറ്റീരിയലിസ്റ്റിക്. നമ്പർ വൺ തിങ് അതാണ്. നീ എന്തെങ്കിലും ഒരു കാര്യം നേടുമ്പോൾ അല്ലെങ്കിൽ നിന്റെ കയ്യിൽ കിട്ടുമ്പോൾ നീ അത് ഹാപ്പി ആവാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് വാട്ട് യു ആർ സെയിങ് ലിറ്ററലി. നീ ഇപ്പോൾ ഉള്ളതിലും ഹാപ്പി അല്ല, ഇനി അടുത്തത് കിട്ടിയാലേ ഹാപ്പി ആവുള്ളൂ എന്നുള്ളത് അതൊരു റോങ് മൈൻഡ് സെറ്റാണ്. ഫസ്റ്റ് യു ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ. ഇപ്പം എന്തുണ്ടെങ്കിലും ഗ്രേറ്റ്ഫുൾ ആവണം. കാരണം ചേഞ്ച് ഇസ് ഗോയിങ് ടു അഫക്റ്റ് എവറിത്തിങ്. നത്തിങ് ഇസ് കോൺസ്റ്റന്റ് അല്ലേ. നമുക്ക് ചേഞ്ച് എന്ന് പറയുന്ന സാധനമാണ് ലൈഫിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള. ഡേ വൺ തൊട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സ് തൊട്ട് ഡെയിലി ലൈഫിൽ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന എല്ലാം മാറിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ നാളെ നിന്റെ കയ്യിലൊരു സാധനം കിട്ടുമ്പോൾ നീ ഹാപ്പി ആവുമെന്ന് വിചാരിച്ചിരുന്നാൽ അത് നാളെ നീളെ ഇങ്ങനെ പോവുകയുള്ളൂ. ഒരിക്കലും നമ്മൾ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് നിനക്ക് കിട്ടൂല. രണ്ടാമത്തെ കാര്യം പ്രസൻ്റ് ആയിരിക്കുക. മേ ബി ഇപ്പോൾ നിൻ്റെ കയ്യിലുള്ള ടൈം ആയിരിക്കും നിനക്ക് ഏറ്റവും കൂടുതൽ നിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയും നിനക്ക് നിൻ്റെ കൊളീഗ്സിൻ്റെ കൂടെയും നിനക്ക് നിൻ്റെ ഫാമിലീൻ്റെ കൂടെയും ഏറ്റവും ടെൻഷൻ ഫ്രീ ആയിട്ട് ഏറ്റവും റെസ്പോൺസിബിലിറ്റി കുറഞ്ഞിട്ടും ഏറ്റവും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു ടൈം ചിലപ്പോൾ ഇതായിരിക്കും. പക്ഷെ മേ ബി നീ കാണുന്നത് ഇതിന് വേറെ രീതിയിലായിരിക്കും. ഓക്കെ, വൺസ് ഐ ഹാവ് ദാറ്റ്, വൺസ് ഐ ഹാവ് ഇനഫ് മണി, വൺസ് ഐ ഹാവ് ദാറ്റ് ഗേൾ ഫ്രണ്ട്, വൺസ് ഐ ഹാവ് ദിസ് അങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടോണ്ടേയിരിക്കും. അത് കിട്ടുമ്പോൾ ഞാൻ എങ്ങനെ ആവും, അത് കിട്ടിയിട്ട് എൻ്റെ പേഴ്സണൽ റിയാലിറ്റി നിനക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നീ നിൻ്റെ പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യണം. നീ ആലോചിക്കുന്ന നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഒരു 10,000 തോട്ട്സ് അറൗണ്ട് നിൻ്റെ മൈൻഡിലൂടെ ഡെയിലി പോകുന്നുണ്ടാവും. നീ എണീക്കുമ്പോൾ തൊട്ട് കിടക്കുന്നവരെ അതിൽ ഉറപ്പായിട്ട് ഒരു 8,000 നെഗറ്റീവ് ആയിരിക്കും. വി അട്രാക്ട് വാട്ട് വി ആർ എന്ന് പറയാം അതിന്. അപ്പോൾ നല്ലത് അട്രാക്ട് ചെയ്യണമെങ്കിൽ വി ഷുഡ് ഫസ്റ്റ് ബി പോസിറ്റീവ്. നമ്മൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ അല്ലെങ്കിൽ പോസിറ്റീവ് തോട്ട്സ് നമ്മളെ നെഗറ്റീവ് വേണ്ടെന്നല്ല. നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ സപ്രസ് ചെയ്യണമെന്നല്ല ഞാൻ പറയണേ. നെഗറ്റീവ് തോട്ട്സ് വരും, പക്ഷേ ഒരു മെജോറിറ്റിയും നമ്മുടെ ഒരു പോസിറ്റീവ് തോട്ട്സ് ആക്കാൻ നോക്കുക. മെറ്റീരിയലിസ്റ്റിക് ആവാണ്ടിരിക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പ്രസൻ്റ് ആയിരിക്കുക. പ്രസൻറ്റ് നിങ്ങൾക്ക് ആവാൻ എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുക. മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ അറ്റൻഷൻ ഉണ്ടല്ലോ, നമ്മളെ ഇപ്പോഴത്തെ ഒരു എക്കോണമി എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റൻഷൻ എക്കോണമിയാണ്. എല്ലാവർക്കും അറ്റൻഷൻ വേണം അല്ലേ. നിങ്ങൾ ഒരു 5 സെക്കൻഡ് ആയിക്കോട്ടെ 50 മിനിറ്റ് ആയിക്കോട്ടെ, നിങ്ങളുടെ അറ്റൻഷൻ നിങ്ങൾ കാണുന്ന വ്യൂസിന് വേണ്ടിയിട്ട് പീപ്പിൾ ആർ ഫൈറ്റിംഗ്, കമ്പനീസ് ആർ ഫൈറ്റിംഗ്. അപ്പോൾ എന്താ നിനക്ക് ചെയ്യാൻ പറ്റുക വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ ചെയ്യുക ടു ഫോക്കസ് ഓൺ എ സിംഗിൾ തിങ് ഫോർ ലോങ് ടേം അല്ലെങ്കിൽ ലോങ് ടൈം. അതിന് മെഡിറ്റേറ്റ് ചെയ്യാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീഡ് ചെയ്യാം, അങ്ങനത്തെ ഹാബിറ്റ്സ് കൊണ്ടുവരാം. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് തോട്ട്സ് നമുക്ക് എപ്പോഴും ഉണ്ടാവില്ല അല്ലേ. നെഗറ്റീവ് ഇത് ഒബ്വിയസ്ലി നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം എന്നില്ല. അതുകൊണ്ട് ചിലപ്പോൾ നെഗറ്റീവ് തോട്ട്സ് ഇതൊക്കെ വരാം. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് യു ക്യാൻ ഡു ഇസ് ജേണൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ടൈപ്പ് എന്ന് വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലാണ്. ഇറ്റ്സ് ലൈക്ക് നീ എന്തിനാണോ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത് അത് നിനക്ക് എഴുതാം. ചിലപ്പോൾ നീ എഴുതുന്ന ഡയറി ആവാം, ഒരു പേനയാവാം, ചിലപ്പോൾ നിൻ്റെ ഒരു ഫ്രണ്ട് നിന്നെ കോൾ ചെയ്താവാം, നീ പ്രതീക്ഷിക്കാണ്ട് കിട്ടിയ കുറച്ച് പൈസ ആവാം, എന്തോ ആയിക്കോട്ടെ. അതിന് ഗ്രാറ്റിറ്റ്യൂഡ് അത് ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എണീറ്റ് കഴിഞ്ഞ് ഉടനെ ചെയ്യുന്നതാണ്, ലൈക്ക് മോർണിംഗ്. അപ്പോൾ മോർണിംഗ് നമ്മൾ ആ ഒരു പോസിറ്റീവ് ആ ഒരു എനർജിയിലേക്ക് നമുക്ക് കയറാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവോയ്ഡ് നെഗറ്റീവ് പീപ്പിൾ. അതായത് നമ്മൾ എത്രയൊക്കെ നമ്മൾ പോസിറ്റീവ് ആവാൻ നോക്കിയാലും ദ പേഴ്സൺ അറൗണ്ട് us നെഗറ്റീവ്, നമുക്കത് ഒരു രീതിയിലും മുന്നോട്ട് പോകില്ല. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ആവറേജ് ഓഫ് ദ 5 പീപ്പിൾ വി സറൗണ്ട് വിത്ത്. നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാരെ എങ്ങനെ ചൂസ് ചെയ്യുന്നു അതേപോലെ തന്നെ നീ വാച്ച് ചെയ്യുന്ന കണ്ടന്റ്, നീ വായിക്കുന്ന പുസ്തകം, നീ വായിക്കുന്ന എല്ലാം, കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇറ്റ് ഷുഡ് ബി ക്ലീൻ അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി പോസിറ്റീവ്. അല്ലെങ്കിൽ എന്താ പറ്റുക വെച്ച് കഴിഞ്ഞാൽ ഇവഞ്ച്വലി ഈ വാട്ടർ ടാങ്കിലുള്ളതേ നമുക്ക് പൈപ്പിൽ കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ തന്നെ നിനക്ക് നിൻ്റെ ഒരു ലൈഫ് ഒന്ന് റെഡിയാവും. ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ഫോളോ ചെയ്യുക: ജേർണൽ ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്യുക, പിന്നെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ അവോയ്ഡ് ചെയ്യുക, പിന്നെ മെറ്റീരിയലിസ്റ്റിക് ആവാണ്ടിരിക്കുക. ഓൾറെഡി ഇപ്പോൾ നിനക്ക് ഹാപ്പിനെസ് നീ ഒരു എൻഡ് ഗോളായിട്ട് വെക്കാണ്ടിരിക്കുക, എല്ലാ ദിവസവും ഹാപ്പി ആയിരിക്കുക. യു ക്യാൻ ഫൈൻഡ് എനിത്തിങ് ടു ബി ഹാപ്പി. നിങ്ങൾ വലിയൊരു മെട്രിക്കിലെ ഒരു സാധനം കിട്ടിയാലേ നിങ്ങൾ ഹാപ്പി ഉള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവർക്കും പറ്റും. ദാറ്റ് ഈസ് നോട്ട് വാട്ട് വി ആർ ലുക്കിംഗ് ഫോർ. നമുക്ക് ഇപ്പോൾ ഉള്ളതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് എന്നാൽ നമുക്ക് നാളത്തേക്ക് ഇനിയും ബെറ്റർ ആവാനുള്ള ആ ഒരു ബാലൻസിൽ വേണം നിൽക്കാൻ. സോ ഹോപ്പ് ഇറ്റ് ഹെൽപ് യു. താങ്ക് യു.